സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് നടനും ബി.ജെ.പി. നേതാവുമായ ജി. കൃഷ്ണകുമാർ. തനിക്ക് തെരഞ്ഞെടുപ്പ് താൽപ്പര്യങ്ങളില്ലെന്നും അങ്ങനെ കരുതി തനിക്കെതിരെ ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അത് വേണ്ട എന്നും ജി. കൃഷ്ണകുമാർ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിൽ നിന്നടക്കം പിന്തുണ ലഭിച്ചുവെന്ന് ദിയ കൃഷ്ണയും പ്രതികരിച്ചു. അവർ ജീവനക്കാർ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വകമാറ്റി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് പറയുന്നത്? പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന രീതിയോട് പൂർണ്ണമായും നമുക്ക് യോജിപ്പുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. നമ്മളത് ആദ്യം തൊട്ടേ പറയുന്നൊരു വിഷയമാണ്. ഇങ്ങനൊരു തിരിമറി നടന്നിരിക്കുന്നു, ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. കാരണം അവർ തന്നെ പണം എടുത്തിരിക്കുന്നു അവർ പറയുന്നു. കാരണം ഞങ്ങളുടെ QR കോഡ് വഴി പണം എടുത്തിട്ട് അന്നന്ന് ദിയയ്ക്ക് കൊണ്ട് ക്യാഷാക്കി കൊടുക്കണം, എന്തോ ടാക്സ് വെട്ടിപ്പ്, ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അന്നേ നമ്മൾ പറയുന്നൊരു കാര്യം ഇത്രേ ഉള്ളൂ, അവർ പണം വാങ്ങിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും വിഡ്രോ ചെയ്ത് ക്യാഷാക്കിയില്ലേ തരാൻ പറ്റൂ. ക്യാഷാക്കണേ വിഡ്രോ ചെയ്യണം. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ വരും. പണം വാങ്ങിയതും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്നൊരു കേസുള്ളൂ. പക്ഷെ അത് മേ ബി അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായം കാണുമായിരിക്കും. കാരണം ഈ ഞങ്ങൾ കൊടുത്തത് ഒരു സാമ്പത്തിക കേസും അവർ കൊടുത്തത് ഈ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോലൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അന്നേരം അവർക്ക് അങ്ങനെ തോന്നിക്കാണ് ആദ്യം അവരുടെ കേസ് അന്വേഷിക്കാൻ. അപ്പോൾ ഇതൊക്കെ ഒരു 3 പെൺകുട്ടികൾ കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പോലീസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം അവരാണോ ഈ കുട്ടികളാണോ അവരുടെ പിന്നിൽ വല്ല രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ടോ നമുക്കറിയത്തില്ല. കാരണം ഒരു മുന്നിലൊരു ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് പല തരത്തിൽ സംഭവിക്കാം. ആർക്കാണ് ഇതിനോട്, കാരണം ഞാനൊക്കെ 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഞങ്ങളങ്ങനെ ഇലക്ഷന് വരുമോ, ഇന്നടത്തങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, തടയണോ, ഇതൊക്കെ പലതരത്തിൽ ചിന്ത വരും. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയുന്നില്ല, ആരുമാവാം. അതുപോലെ ദിയയോടാണ് അപ്പോൾ മതിയായ പിന്തുണ ഈ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആരോപണമോ അതെന്തെങ്കിലും ഉണ്ടോ? ഞാനോ എൻ്റെ ഫാമിലിയോ ആരെവിടെ എന്തൊരു പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് 50-50 ആണ്. ചിലവർ മോശം പറയും, ചിലവർ നല്ലത് പറയും. പക്ഷെ നമ്മളത് യൂസ്ഡ് ആണ് അതിനോട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, മിക്കവാറും ഇനി അവർ ജാതിക്കാർഡൊക്കെ എടുത്തിട്ടു, ഇനിയിപ്പോൾ അത് പലയിടത്തും വർക്ക് ആവുമെന്ന് പോലും എൻ്റെ മനസ്സിൽ കൂടെ പോയി. പക്ഷേ ഇല്ല, കേരളത്തിലുള്ളവർ പഠിപ്പുള്ളവരും ബുദ്ധിയുള്ളവരുമാണെന്ന് എല്ലാം ജനങ്ങൾ തന്നെ അങ്ങ് തെളിയിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, പാർട്ടി അച്ഛൻ്റെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ മതം ഏതോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ കേരളത്തിലുള്ളവരാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കും. ഈ കാര്യത്തിൽ തെറ്റ് അവരുടെ ഭാഗത്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. നിങ്ങൾ തെളിവ് തന്നു കഴിഞ്ഞു. നിലവിൽ ഈ അന്വേഷണം നല്ല നിലയിൽ തന്നെ പോകുന്നു എന്നാണോ തോന്നുന്നത്? ആണ്, അഫ്കോഴ്സ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഞാൻ ഈ ചിരിച്ചിവിടെ ഇരിക്കുന്നത് തന്നെ. എല്ലാം പോലീസിൻ്റെ കാര്യത്തിലായാലും മീഡിയയുടെ കാര്യത്തിലായാലും എല്ലാവരും കൃത്യമായി സത്യത്തിനോടൊപ്പം തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, അതെൻ്റെ ഫാമിലിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇത്രയും സന്തോഷവും ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. റഹ്മാൻ അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ആദ്യഘട്ടത്തിൽ ഈ സംഭവം വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഈ പോലീസ് ഈ ജീവനക്കാരുടെ പരാതിയെ കൂടുതൽ ഗൗരവത്തോടു കൂടി കാണുന്നു, അതിൽ ഗൗരവ സ്വഭാവത്തിലുള്ള അന്വേഷണം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു പരാതി ജി. കൃഷ്ണകുമാറിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. എന്താണ് ദിയ കൃഷ്ണയോടും ജി. കൃഷ്ണകുമാറിനോടും സംസാരിക്കുമ്പോൾ അവർ കൂടുതലായി വ്യക്തമാക്കുന്നത് എന്താണ് സലീം? ശ്രീജിത്ത്, ആദ്യ ദിവസങ്ങളിൽ ജി. കൃഷ്ണകുമാറിനും മകൾക്കും പോലീസിനെതിരെ ആരോപണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ആരോപണമില്ല. കാരണം അവർ ആദ്യ ദിവസങ്ങളിൽ ഉന്നയിച്ച ആരോപണത്തിൽ പോലും പോലീസിനോട് ഒരു മൃദു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് തോന്നിയത് അത് ആദ്യം അന്വേഷിക്കണമെന്ന്, അതായത് ഈ ജീവനക്കാർ നൽകിയ പരാതി ആദ്യം അന്വേഷിക്കണമെന്ന് അവർക്ക് പോലീസിന് തോന്നിയിരിക്കാം. പോലീസ് നിലവിൽ അന്വേഷിക്കുന്ന രീതിയോട് തങ്ങൾക്ക് യോജിപ്പാണുള്ളത്. അന്ന് ആ നിലയിൽ കേസെടുത്തതിൽ തെറ്റു പറയാനും കഴിയില്ല. കാരണം തങ്ങൾ കൊടുത്ത കേസ് ഒരു സാമ്പത്തിക ക്രമക്കേട് കേസായിരുന്നു. പക്ഷെ അവർ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ ആ നിലയിൽ പാലിച്ചതായിരിക്കാം എന്ന് പറയുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങളും മറ്റ് രേഖകളും ഒക്കെ മുൻപ് തന്നെ പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. അന്നേ അത് പുറത്തു വന്നിരുന്നെങ്കിൽ തങ്ങൾ ഇത്ര വേട്ടയാടപ്പെടില്ലായിരുന്നു എന്നൊരു പരിഭവം കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം തങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാകും. കാരണം തനിക്ക് അല്പം രാഷ്ട്രീയ ബന്ധവും സിനിമാ ബന്ധവും ഒക്കെ ഉണ്ട്, എന്നിട്ട് പോലും ഈ അവസ്ഥയുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്താകും അവസ്ഥ എന്നുകൂടി കൃഷ്ണകുമാർ ചോദിക്കുകയും ചെയ്യുന്നു. ഇതേ അഭിപ്രായം തന്നെയാണ് ദിയ കൃഷ്ണയും പറയുന്നത്. തനിക്ക് ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായ ചില നെഗറ്റീവ് കമന്റുകൾക്ക് അപ്പുറത്തേക്ക് നല്ല പിന്തുണ ഈ വിഷയത്തിൽ കിട്ടുകയും ചെയ്തു. അത് വിഷയത്തിന്റെ മെറിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികൾ സംസാരിച്ചതുകൊണ്ടും ആ വിഷയത്തെ അങ്ങനെ സമീപിച്ചത് കൊണ്ടാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി അതിൽ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടെത്തണം എന്നുള്ളതുമാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. റിജിത്ത്.
ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്. ആ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ജി കൃഷ്ണകുമാറും അതുപോലെ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയും ഒക്കെ പങ്കുവെക്കുന്നത്. സലീം മാലിക് അവരോട് സംസാരിച്ചിരുന്നു. സലീം മാലിക് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മേഘാലയ